പിന്നെ ജിന്ന് ബാധയുള്ള വ്യക്തിക്ക് ജിന്ന് ചികിത്സകരെ സമീപിച്ച് ചികിത്സ നടത്താം. ഭൗതിക ചികിത്സ നിഷ്ഫലമായ ഘട്ടത്തിൽ ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിച്ച് രോഗം വന്നാൽ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് അതിന് ഒഴിവാക്കുന്ന ഒരു ചികിത്സ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുപട ഉണ്ടെങ്കിലല്ലേ, അങ്ങനത്തെ ആളുപടല്ല ഉണ്ടെങ്കിൽ അയാളെ കൊടുത്ത് പോയിട്ട് ഖുർആൻ ഓതി പരിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി കേൾപ്പിക്കുകയും ഹദീസിൽ വന്ന പ്രാർത്ഥന ഓതി കേൾപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് ശമനം കിട്ടും. നേരെ മറിച്ച് ഖത്തർ ഗ്രൂപ്പിനെ കൊണ്ട് ഞങ്ങൾ മറുപടി പറയും. ഖത്തർ ഗ്രൂപ്പിനെ കൊണ്ട് ഞങ്ങൾ മറുപടി പറയും. ഖത്തർ ഗ്രൂപ്പ് പറയട്ടെ, എന്താ പറയുന്നത് കേട്ടോളൂ. നാലാമത്തെ ഒരു കാര്യം പറയാനുള്ള എന്താ നിങ്ങള് ഈ പോക്ക് പോയ അടുത്ത ഘട്ടം കൂടി പറഞ്ഞു തരട്ടെ ഞാൻ. ഈ പോക്ക് ഏത് ഇങ്ങനെ ജിന്ന് കൂടും കൂടിയാ പിന്നെ ഇറക്കണ്ടേ? ഇറക്കാൻ അലോപ്പതിയിൽ വരുന്നുണ്ടോ? ഇല്ല. ഹോമിയോയില് ഇല്ല. പിന്നെ ആയുർവേദത്തില് ഒട്ടുമില്ല. പിന്നെ എങ്ങനെ ഇറക്കണമെങ്കിൽ പിന്നെ ആർത്താ വേണ്ടത്? അപ്പോഴാ ഞങ്ങൾക്കൊക്കെ ഡിമാൻഡ് ഉണ്ടാകുക, ശേഖന്മാർക്ക്. അപ്പോ ഒരു പുതിയ ചികിത്സാ രീതി തുടങ്ങാൻ പോകുന്നു, ജിന്നിനടിച്ചിറക്കൽ. ജിന്നിന് ഞാൻ ഹോമിയോപതി മരുന്ന് കൊടുത്താൽ ഇറങ്ങോ? ആയുർവേദ കഷായം കൊടുത്താൽ ഇറങ്ങോ? മുപ്പരവിടെ കുടിച്ചിരിക്കല്ലാതെ ഉണ്ടെങ്കിൽ ഹോമിയോ മരുന്നാണെങ്കിൽ രസമാണ്, കുട്ടികൾ വരെ തിന്നണതുമാണ്. ഉള്ള കാലം ജിന്ന് പോകൂല. പിന്നെ അടിയേ പരിഹാരമുള്ളൂ. കേരളത്തിൽ മുഴുക്കെ മുസ്ലിങ്ങളുടെ വകയായിട്ട് ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ, അവിടെ ശേഖന്മാർ ചികിത്സയ്ക്ക് ഇരിക്കുന്നു. അടിയോടടി പെണ്ണുങ്ങളെയും മറ്റാണുങ്ങളെയും ഒക്കെ അടിക്കുന്നത് ആരെയാണോ വെപ്പ്? ജിന്നിനെയാണോ വെപ്പ്? കൊള്ളണത് ഈ പെണ്ണിനാന്ന് പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, ആണുങ്ങളും പറഞ്ഞു ഞങ്ങൾക്ക് എന്നെ കൊള്ളണത്. അത്രേ വേണ്ടു. കള്ളക്കഥകളും നുണകളും പറഞ്ഞ് ഇല്ലാത്ത വചനങ്ങളും പറഞ്ഞ് ഖുർആനായി തോന്നി ചികിത്സിക്കുന്ന സമ്പ്രദായങ്ങളും തല്ലിയിറക്കുന്ന സമ്പ്രദായങ്ങളും വരാൻ പോകുന്നു. ചില ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. എനിക്കുണ്ടാകുന്ന അസുഖം, എനിക്കുണ്ടാകുന്ന രോഗം അത് സാധാരണഗതിയിലുള്ള കാരണങ്ങൾ കൊണ്ടാണോ, എന്നിൽ പിശാചി സന്നിവേശിച്ചുകൊണ്ടാണോ? ഞാൻ എങ്ങനെ തിരിച്ചറിയാ? ഞാൻ പരിശോധിച്ചു. ഇവര് പറയുന്ന കാരണം, ആ കാരണങ്ങളും ലക്ഷണങ്ങളും ഞാൻ ക്ലാസ് പറഞ്ഞ നിങ്ങളെ തടിമലൊക്കെ ജിന്നുണ്ട് നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ഒരാളുടെ ശരീരത്തിൽ ജിന്ന് കയറിയിരിക്കുന്നു എന്നതിന് ഈ വാദക്കാർ സമർപ്പിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്, സിംറ്റംസ്. ആ ലക്ഷണങ്ങൾ വായിച്ചു നോക്കുമ്പോഴല്ലേ അതില്ലാത്ത മനുഷ്യന്മാർ ചുരുങ്ങൂ. അത് മുഴുവൻ പിശാചാന്ന് പറയാൻ മെനക്കെട്ടാ തീർന്ന്. എപ്പോഴാണ് ഇത് തീരുമാനം? ഞാൻ എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത്? എപ്പോഴാ ഷെയ്ഖിനെ തീരുമാനിക്കേണ്ടത്? ഈ ഷെയ്ഖിന് ആരാണ് എന്നെ പിന്നെ അടിക്കാനും? എനിക്ക് എന്ത് യോഗ്യതയാണ് ഇതിന്? അലോപ്പതിക്കൊരു ചികിത്സാ രീതിക്ക് ഒരു ബിരുദമുണ്ട്, ഹോമിയോക്കുണ്ട്, എല്ലാറ്റിനും. ശരി, ഈ തല്ലി ചികിത്സകളുടെ ബിരുദം എന്താ? ഏത് ഷെയ്ഖിനെയാ? അവരുടെ യോഗ്യത എന്താ? അവ്യക്തത. ഈ അവ്യക്തതക്ക് ദീനിന് പറയില്ല. ഇത് ജാഹിലിയത്ത്, അന്ധകാരമാ. യുഖ്രിജു മിനൽ ദുലുമാത്തി ഇലൻ നൂർ. ഇരുട്ടിലായിരുന്നോ നിങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാ ഈ യാത്ര അവിടേക്കാ എത്തിക്കുക. ശ്രദ്ധിച്ചോളൂ.